ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. അപ്പോൾ അങ്ങനെ ഓണം, തിരുവോണം കഴിഞ്ഞു. എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചല്ലോ അല്ലേ. ഇനി ഉച്ചയ്ക്കത്തെ പായസങ്ങളൊക്കെ മിച്ചം ഇരിപ്പുണ്ട് അവിടെ, ഉണ്ടെങ്കിൽ അതും കൂടെ കുടിച്ചിട്ടേ ഉറങ്ങാവുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നാളെ ഓണത്തിൻ്റെ ആഘോഷം ഉണ്ടോ എനിക്കറിയില്ല, നാളെ ഉണ്ടാകുന്നു. ഞാനിവിടെ ആയത് കാരണം എനിക്കൊന്നും അറിയത്തില്ല. നാട്ടിലായിരുന്നെങ്കിൽ ഓണാഘോഷമൊക്കെ നല്ലപോലെ അങ്ങ് പൊടിക്കായിരുന്നു. ഇവിടെ ആയത് കാരണം ഓണമൊന്നും അങ്ങനെ ആഘോഷിക്കുന്നൊന്നുമില്ല. ഒറ്റയ്ക്ക് എന്താ ആഘോഷിക്കാനാണ്, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നും ഞാനില്ല. അങ്ങനെയൊന്നും പോകാറില്ല. നമ്മൾ ജോലി കഴിയുക, റൂമിൽ പോവുക, റൂമിൽ നിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വരിക. ഇതിനിടയ്ക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാർക്കറ്റിലൊക്കെ വന്ന് പോകും, മാളിലൊക്കെ വന്ന് പോകും, അത്രയൊക്കെ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന ഓണം വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ അങ്ങ് ആഘോഷിക്കുന്നു. ഞാനൊരു പാട്ട് പാടുന്നു, എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾ അത് കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ തന്നെയല്ലേ എൻ്റെ ഓണം. നിങ്ങൾ ഇങ്ങനെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഓണം ആഘോഷിച്ചാൽ എന്താ. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങ് ഓണം ആഘോഷിക്കും. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ അതിന് വരുന്ന ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, വലിയ ഓണമായി നമുക്കത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ധാരാളം. അപ്പം ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക, ഞാനും അങ്ങനെ തന്നെ മുമ്പോട്ട് പോവാം. നിങ്ങളുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇഴുകി ചേർന്നങ്ങ് പോവാം. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക, കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായിരുന്നു ഇന്നത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം പറയുക. വീട്ടിൽ ആരൊക്കെ വന്നു, വിരുന്നുകാരുണ്ടായിരുന്നോ അതോ ഒറ്റയ്ക്കായിരുന്നോ, അങ്ങനെയൊക്കെ പറയുക. മനസ്സിലായില്ലേ? ഭക്ഷണമൊക്കെ ബാക്കിയായോ, ഒത്തിരി അതോ തികഞ്ഞില്ലേ, എല്ലാം പറയണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എല്ലാവർക്കും തികയും, എനിക്കറിയാം, എല്ലായിടത്തും ഉണ്ടാവും, ബാക്കിയും വരും, അതാണല്ലോ. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, കേൾക്കാനിങ്ങനെ ആകാംക്ഷയായിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ബൈ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഓരോരോ ബുദ്ധിമുട്ടുകൾ, ചിലപ്പം അസുഖങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും മരണങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, അസുഖങ്ങളാണെങ്കിൽ അവരുടെയൊക്കെ ആ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് പടച്ചതമ്പുരാൻ മാറ്റിക്കൊടുക്കട്ടെ. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം തമ്പുരാൻ മാറ്റിക്കൊടുക്കട്ടെ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം. കാരണം ഞാൻ എല്ലാവരും ഓണം ആഘോഷിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇതിനകത്ത് ഓണം ആഘോഷിക്കാത്തവർ കുറച്ച് പേരുണ്ട്. കുറച്ചെന്നല്ല, കുറേ അധികം പേരുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ദൈവം തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ, അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും